നാട്ടിൽ അവധിക്കാലമാണ്. പല സ്കൂളുകളും അടച്ച് കുട്ടികൾ വീട്ടിലിരിപ്പാണ്. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ചില കുട്ടികൾക്കൊന്നും ആ പരിസരത്തൊന്നും അധികം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കളിക്കാനായി കൂട്ടുകാരോ ഒന്നും ഉണ്ടാകാത്ത പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം നഗരത്തിലെല്ലാം ജീവിക്കുന്നവർക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പല കുട്ടികളും അവർ മൊബൈലിന് അടിമപ്പെടും, അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ, അങ്ങനെയുള്ള പല മേഖലകളിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂരിലുള്ള ഇയാൻ എന്ന് പറയുന്ന ഒരു 9ാം ക്ലാസ്സുകാരനെയാണ്. ഇയാൻ കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് ചാക്കോളാസ് തട്ടുകട എന്ന് പറയുന്ന ഇയാൻ്റെ ഒരു തട്ടുകട. ഈ തട്ടുകടയിൽ കുറച്ച് വിഭവങ്ങളുണ്ട്. ഇയാൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇയാൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? ഇവിടെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ട്, കൂടാതെ പോർക്കും കായയുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയയിലേക്ക് വന്നെത്തുന്നത്? എങ്ങനെയാണ്? വെക്കേഷൻ സമയം ഞാൻ മിക്ക നേരവും ഫോണിലാണ് സമയം ചിലവഴിക്കാറുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ അച്ഛനമ്മമാർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും വേറെ എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും വേറെ എന്താ ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഈ ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ച് ഞാൻ ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു. രണ്ടാൾക്കാരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിരുന്നു. അങ്ങനെ ഈ കട ആദ്യം മക്കൾ ഇങ്ങനൊരു പ്ലാനൊക്കെ പറയുമ്പോൾ ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടെന്നാണ് ഏതൊരു അച്ഛനമ്മയും വിചാരിക്കുക. അപ്പോൾ അമ്മ എന്താ വിചാരിച്ചത്? ചെയ്തെത്താൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഈ 3-4 ദിവസം നമ്മളത് ട്രൈ ചെയ്തോട് കൂടിയിട്ട് അതൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അമ്മയുടെ മെയിൻ ഐറ്റംസ് ആണ്. മെയിൻ ഐറ്റം എന്ന് പറയാം. ഇവരെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്കൊക്കെ ഇത് ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടാക്കാറുണ്ട്. 4:30-ക്കാണല്ലോ കട തുറക്കുന്നത്. 4:30-ക്ക് കട തുറക്കണമെങ്കിൽ എപ്പോൾ തൊട്ടാണ്, എന്തൊക്കെയാണ് പരിപാടികൾ? ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കും? ഞാൻ അമ്മയ്ക്ക് ഈ കട്ട്ലേറ്റ് പിടിച്ചു കൊടുക്കാറുണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ. കൂടാതെ വെളുത്തുള്ളി ഉള്ളിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി നീ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? എത്ര നാൾ ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഏപ്രിൽ മാസം ആണ്. ഇറ്റ് ഡിപ്പെൻസ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ട്. കൂടെ ചേച്ചിയും അച്ഛനാണ് വേറെ ഉള്ളത്. അപ്പം ഇങ്ങനൊരു പ്ലാനിന് പറഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ എന്താ തോന്നിയത്? അവനാണ് പറഞ്ഞപ്പോൾ അവന് ഓൾറെഡി ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. അച്ഛൻ എന്താ പറയാ? ഇല്ല, അപ്പോൾ അവനവൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നപ്പം നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അതിനൊരു സപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് ഇനിയിപ്പം എൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ മറ്റ് റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇയാൻ്റെ ഈ ഒരു ആശയത്തിനാണ് നമ്മൾ കയ്യടി നൽകേണ്ടത്. കാരണം കുട്ടികളാണ്, അവർക്ക് പലവിധ മാർഗങ്ങളുണ്ടാകും അവരുടെ സമയം ചിലവഴിക്കാൻ. അത് ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പല കുട്ടികളും ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഈ 9ാം ക്ലാസ്സുകാരൻ നമുക്ക് നൽകുന്ന സന്ദേശം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.